നമസ്കാരം. നമ്മുടെ നാട്ടിലെ സമ്പന്നരായ പലരുടെയും ഇഷ്ടവിനോദമാണ് കാറുകൾ വാങ്ങിക്കൂട്ടുക എന്നുള്ളത്. ലോകത്തെ ഏറ്റവും ആഡംബര കാറുകൾ സ്വന്തമായിട്ടുള്ള നിരവധി സമ്പന്ന വ്യവസായികൾ ഇന്ത്യയിലുണ്ട്. ഇന്നലെ അന്തരിച്ച കോൺഫ്ലുവൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സി ജെ റോയിയും ഇത്തരത്തിലുള്ള ഒരു കാർ പ്രേമി തന്നെയായിരുന്നു. പക്ഷേ ആ കാർ പ്രേമത്തിന് പിന്നിൽ വലിയൊരു കഥയുണ്ട്. അത് പലതവണ പല അഭിമുഖങ്ങളിലും അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിലെ തൻ്റെ കുട്ടിക്കാലത്ത് 1980കളുടെ ആദ്യം അന്ന് പുറത്തിറങ്ങിയ ഡോൾഫിൻ എന്ന ഒരു കാറുണ്ട്. അതൊരു വളരെ ചെറിയ കാറാണ്, 2 ഡോറുകളുള്ള. ഇന്നത്തെ ഒരു മാരുതി ഓൾട്ടോയുടെയൊക്കെ ഒരു ലുക്കുള്ള ഒരു കാറായിരുന്നു ഈ ഡോൾഫിൻ. സ്കൂളിൽ പോയി മടങ്ങുന്ന വഴി സി ജെ റോയ് അന്നും കാറുകളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. ഡോൾഫിൻ്റെ ഒരു ഷോറൂമിനരികിലേക്ക് ചെന്ന് ആ കാറുകൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ കാർ കമ്പനിയിലെ അല്ലെങ്കിൽ കാർ ഷോറൂമിലെ ഒരു ജീവനക്കാരൻ വന്ന്, നിനക്കൊന്നും വാങ്ങാൻ കഴിയില്ല, എന്താണ് വെറുതെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, കടന്നു വയ്ക്കോ എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് പിന്നീട് സി ജെ ജോയി എന്ന വ്യവസായിയായി വളർന്ന സി ജെ ജോയി വാങ്ങിക്കൂട്ടിയത് എണ്ണിയാൽ തീരാത്ത കാറുകളാണ്. 12 റോൾസ് റോയ്സ് കാറുകളാണ് അദ്ദേഹം പലതവണയായി വാങ്ങിയിരുന്നത്. റോൾസ് റോയ്സ് കാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബ്രിട്ടനിൽ നിർമ്മിക്കുന്ന കോടികൾ വില വരുന്ന, നമ്മുടെ നാട്ടിൽ പോലും സമ്പന്നർക്ക് ഒരു പരിധിവരെ വാങ്ങാൻ കഴിയുമോ എന്ന് സംശയം തോന്നുന്ന രീതിയിലുള്ളൊരു കാറാണ് റോൾസ് റോയ്സ്. അത്തരത്തിലുള്ള 12 കാറുകൾ വാങ്ങി എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം അദ്ദേഹത്തിൻ്റെ വാഹനപ്രേമം എത്രത്തോളം വലുതായിരുന്നു എന്ന്. 25ാമത്തെ വയസ്സിൽ 1994 അദ്ദേഹം ആദ്യമായി ഒരു കാർ വാങ്ങിയത്. ഒരു മാരുതി 800 ആയിരുന്നു അത്. വിവാഹം കഴിച്ചതിന് തൊട്ട് പിന്നാലെയായിരുന്നു അദ്ദേഹം ഈ കാർ വാങ്ങിയത്. എന്നാൽ പിന്നീടുള്ള ആ കാലപ്രവാഹത്തിൽ അദ്ദേഹം ഈ കാർ വിൽക്കുകയായിരുന്നു. പലരും ചെയ്യുന്നത് പോലെ ആദ്യം വാങ്ങിയ കാർ വിറ്റ് മറ്റൊരു കാർ വാങ്ങുന്നതായിരിക്കും പലരുടെയും രീതി. എന്നാൽ പിന്നീട് ഒരുപാട് കാറുകൾ വാങ്ങിക്കൂട്ടിയ ഒരു കാലത്ത് അദ്ദേഹത്തിന് തോന്നി താൻ ജീവിതത്തിൽ ആദ്യമായി വാങ്ങിയ ഒരു കാർ, അതിനോട് ലോകത്തെ എല്ലാ മനുഷ്യർക്കും അല്ലാത്തൊരു ബന്ധം കാണും, അടുപ്പം കാണും. ഈ കാർ തിരികെ കിട്ടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു പരസ്യം കൊടുത്തു. കർണാടകത്തിൽ തൻ്റെ പഴയ കാറിൻ്റെ നമ്പർ സഹിതം ഒരു പരസ്യം കൊടുത്തിരുന്നു. ഈ കാറ് കണ്ടെത്തി കൊടുക്കുന്നവർക്ക് ലക്ഷങ്ങൾ അദ്ദേഹം പ്രതിഫലമായി വാഗ്ദാനം ചെയ്തിരുന്നു. മണിക്കൂറുകൾക്ക് ഈ കാർ എവിടെയാണുള്ളതെന്നുള്ള കാര്യം അദ്ദേഹത്തിന് വിവരം ലഭിക്കുന്നു. അങ്ങനെ ഈ കാർ ഉടമയെ സമീപിക്കുന്നു. ഈ കാറിൻ്റെ ഇപ്പോഴത്തെ ഉടമ രോഗശയ്യയിലായിരുന്നു. കാർ വളരെ മോശമായൊരവസ്ഥയിലുമായിരുന്നു. എന്നിട്ടും അദ്ദേഹം വലിയ തുക നൽകി ഈ കാർ സ്വന്തമാക്കുകയായിരുന്നു. കാരണം സ്വന്തം ആദ്യമായി വാങ്ങിയ കാർ എന്നുള്ള ആ ഒരു സ്നേഹം ആ കാറിനോട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് എത്ര കാറുകളാണ് അദ്ദേഹം വാങ്ങിക്കൂട്ടിയത്. ലോകത്തെ ഏറ്റവും മുന്തിയ കാറുകളൊക്കെ തന്നെ ദുബായിലെ ഡോക്ടർ സി ജെ റോയിയുടെ വീടിന് മുന്നിലുണ്ടായിരുന്നു എന്നാണ് പലരും പറയുന്നത്. പീക്കോക്ക് കളറിലുള്ള റോൾസ് റോയ്സിൽ പാഞ്ഞു പോകുമ്പോൾ പലരും പറയുമായിരുന്നു, അതാ ഡോക്ടർ സി ജെ റോയി പോകുന്നു എന്ന്. ഡോൾഫിൻ എന്ന ചെറു കാറിൻ്റെ ഷോറൂമിന് മുന്നിലെത്തിയപ്പോൾ അന്ന് ആട്ടിപ്പായിച്ച് വിടപ്പെട്ട ആ ചെറുപ്പക്കാരൻ, ആ കുട്ടി പിന്നീട് ഇത്രയധികം കാറുകൾ സ്വന്തമാക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് വളരെ അവിശ്വസനീയമായി തോന്നാം. എങ്കിലും അതെല്ലാം തന്നെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കിയ വ്യക്തിയായിരുന്നു ഡോക്ടർ സി ജെ റോയ്. കാറുകൾ മാത്രമല്ല, അദ്ദേഹം സ്വന്തമായി വിമാനങ്ങൾ വരെ വാങ്ങിയ ഒരാളായിരുന്നു. ചുരുക്കത്തിൽ വാഹനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ഈ പ്രേമം ഒരുപക്ഷെ ഡോൾഫിൻ്റെ ഷോറൂമിൽ മുന്നിൽ നിന്ന ആ കൊച്ചുകുട്ടിയിൽ നിന്ന് തന്നെ തുടങ്ങിയിരിക്കാം. നിനക്ക് ഈ കാറിന്ന് വാങ്ങാൻ കഴിയില്ല, കടന്നു വയ്ക്കോ എന്ന് പറഞ്ഞ ആ സുരക്ഷാ ജീവനക്കാരനായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരനായിരിക്കാം ഇതിനൊക്കെ അടിത്തറവാകിയത് എന്ന് വേണം നമ്മൾ കരുതാൻ. എങ്കിലും ഡോക്ടർ സി ജെ റോയ് എപ്പോഴും വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് തൻ്റെ കാറുകളെക്കുറിച്ച് സംസാരിക്കുമായിരുന്നത്. ലോകത്ത് ഏത് മുന്തിയ കാർ ഇറങ്ങിയാലും അതെല്ലാം തന്നെ സ്വന്തമാക്കുക അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമായിരുന്നു. ബുഗാട്ടി എന്ന ലോകത്തെ വളരെ അപൂർവമായി, ഇന്ത്യയിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമുള്ള ഒരു അത്യാഡംബര കാറാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ഒരുപക്ഷെ ബുഗാട്ടി കാർ സ്വന്തമായിട്ടുള്ള ലോകത്തെ ഏക മലയാളി പോലും ഡോക്ടർ സി ജെ റോയ് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം അത്രത്തോളം വില പിടിപ്പുള്ള കാറാണ് ബുഗാട്ടി. വിവാഹം കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം 15 കാറുകൾ സ്വന്തമാക്കി എന്ന് പറയുമ്പോൾ കാറുകളോട് എത്രമാത്രം പ്രണയമായിരുന്നു ഡോക്ടർ സി ജെ റോയിക്ക് എന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ലോകത്തെ നിരവധി പ്രമുഖരായ വ്യക്തികൾക്ക് അവരുടെ പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു വാഹനമായിരിക്കും അവർ നിരന്തരമായി വാങ്ങുന്നത്. പക്ഷേ സി ജെ റോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഗ്യാരേജിൽ ഉണ്ടായിരുന്നത് ലോകത്തെ മുന്തിയ ഇനങ്ങളായ എല്ലാ കാറുകളും, അതായത് റോൾസ് റോയ്സും മെഴ്സിഡസ് ബെൻസും BMW തുടങ്ങി കാഡിലാക്കും അമേരിക്കൻ നിർമ്മിത കാറുകളും എല്ലാം ഡോക്ടർ റോയ്ക്ക് സ്വന്തമായി. അതിൻ്റെ മക്കളുമൊക്കെ തന്നെ വാഹനങ്ങളേറെ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളായിരുന്നു എന്നാണ് പലപ്പോഴും ഡോക്ടർ റോയ് തന്നെ വ്യക്തമാക്കിയിരുന്നത്. ഹമ്മർ, കാഡിലാക്ക്, ലംബോർഗിനി, ഫെറാറി, റേഞ്ച് റോവർ, അങ്ങനെ ലോകത്തെ എണ്ണം പറഞ്ഞ എല്ലാ വാഹനങ്ങളും ഡോക്ടർ സി ജെ റോയ് സ്വന്തമാക്കിയിരുന്നു. ഏതായാലും ഈ വാഹനങ്ങളെയൊക്കെ തന്നെ അനാഥമാക്കിയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. വാഹനങ്ങളോടുള്ള ഈ ഡോക്ടർ സി ജെ റോയിയുടെ പ്രണയം നമ്മെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്നു. ഒരുപക്ഷെ ആ 13 വയസ്സുകാരന് അന്നുണ്ടായ ആ വേദന തന്നെയായിരിക്കും, അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടായ ഒരു മധുര പ്രതികാരം തന്നെയായിരിക്കാം ലോകത്തെ ഏറ്റവും അധികം ആഡംബര കാറുകൾ സ്വന്തമായിട്ടുള്ള അപൂർവം മലയാളികൾ ഒരാളായി അദ്ദേഹത്തെ മാറ്റിയത്.